ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് J4ലേക്ക് സ്വാഗതം. ഞാൻ ഗ്ലോറി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ചക്കക്കുരു നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് ചക്കക്കുരു ഇല്ല, അത് ഫ്രഷായിട്ട് കാണിച്ചു തരാനായിട്ട്. കാരണം ഞാനത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് ഏത് രീതിയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിക്ക് മുന്നോട്ടായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എൻ്റെ വീഡിയോസൊക്കെ എല്ലാം കാണാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരു. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ കൊണ്ടുവന്നതെന്നറിയാവോ? ഇതിനെ നമ്മുടെ ചക്കയുടെ ചുള നമ്മളെടുത്ത് മാറ്റൂലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ പോള, ചക്കക്കുരുവിൻ്റെ പോള ഇട്ടാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പം ആവശ്യം വന്നപ്പോൾ ഞാൻ എടുത്തു നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ വീഡിയോ ഇട്ട് എൻ്റെ ഫ്രണ്ട്സിനൊന്ന് കാണിച്ചു തരാമെന്ന്. ഇത് നോക്കിക്കേ, ഞാൻ ചക്കക്കുരു എന്ത് ഫ്രഷായിട്ടാണ് ഇപ്പോൾ ഇരിക്കണമെന്ന് നോക്കിക്കേ. ഈ പോള അടക്കമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കോരൂട്ടോ. അപ്പം ഞാൻ അതേപോലെ വെള്ളത്തിലിട്ട് മാറ്റി എടുത്ത് വെച്ചതാണ് ഈ ചക്കക്കുരു. നോക്കി എന്ത് ഫ്രഷായിട്ടായി ചക്കക്കുരു ഇരിക്കണേന്ന്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ലൈക്ക് ആയോ, ഇഷ്ടമായോ? അപ്പം നിങ്ങളിത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തും കേട്ടോ. മാസങ്ങളായി ഇതിപ്പോൾ ഞാൻ ഈ ചക്കക്കുരു കൊണ്ടുവന്ന് എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മാസത്തിൽ കൂടുതലായി. നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്കൊരു ഒട്ടലും ഞോളപ്പും കാണും, പക്ഷേ അത് സാരമില്ല, അത് ആ പോളയുടെയാണ്. അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഞോളപ്പും പോളയും ഇതെല്ലാം മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചക്കക്കുരു ഇവിടെ ഞാൻ നന്നാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു പൂപ്പലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള ചക്കക്കുരുവാണ്. നമുക്ക് ഈ ചുവന്നതൊന്നും ഞാൻ അധികം കളയാറില്ല, അതുകൊണ്ട് അധികം കളയുന്നുമില്ല. ഇതുണ്ട്, നമുക്കത് ഇപ്പോഴും നല്ല പച്ച പോലെയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചക്കക്കുരു കണ്ടിരിക്കുന്നുണ്ടോ, നല്ല ഫ്രഷായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ, അപ്പോൾ ഈ ഐഡിയ നിങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഒരു പൂപ്പലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കെട്ടഴിച്ച കണ്ടല്ലോ. അപ്പോൾ ഒരു പൂപ്പലാവട്ടെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത് ഉണങ്ങും, അതിൻ്റെ തൊലിയൊക്കെ പൊളിഞ്ഞിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ അതിൻ്റെ ചക്കക്കുരു നാട്ടിൽ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനോ നാട്ടിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നവരായാലും പോള കളയാതെ വെച്ചാൽ മതി. എത്ര ദിവസം വേണമെങ്കിലും, എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ കേടുകേടാതെ ഇരിക്കും കേട്ടോ.